ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 466ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതോടൊപ്പം നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 13.5 സെൻറ്റ് ഒരു ഹൗസ് പ്ലോട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത്. പ്ലോട്ടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വഴിയുണ്ട്. നല്ല ഒരു ലൊക്കേഷനാണ്. വീട് വയ്ക്കുവാൻ പറ്റിയ നല്ലൊരു റെസിഡൻസ് ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. മണർകാട് പള്ളി, അതുപോലെ തന്നെ കാവമ്പടി ജംഗ്ഷൻ, അമ്പലം എന്നിവയെല്ലാം ഒരു 500-600 കിലോമീറ്റർ, ഏകദേശം 1 കിലോമീറ്ററിനുള്ളിലുള്ള ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു. എല്ലാ വിഭാഗക്കാരുടെയും പള്ളികൾ, യാക്കോബ പള്ളികൾ, അതുപോലെ പള്ളി കാത്തലിക്സിൻ്റെ പള്ളി, അതുപോലെ ഓർത്തഡോക്സ്, മാർത്തോമ എന്നീ ചർച്ചുകളുടെ എല്ലാം പള്ളികളും എല്ലാം ഒരു 2 കിലോമീറ്ററിനുള്ളിൽ തന്നെയുണ്ട്. 750 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. 750 മീറ്റർ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോട്ടയം കുമളി KK റോഡാണ്, ഹൈവേ ആണ്. അതാണ് ഒരു ബസ് സ്റ്റോപ്പ്. മറ്റൊരെണ്ണം 800 മീറ്റർ മാറി മണർകാട് ജംഗ്ഷനും അതുപോലെ മണർകാട് ചർച്ചും ഒക്കെ 800 മീറ്റർ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡ്, മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡ് 500 മീറ്റർ ദൂരത്തിൽ അത് ഒരു ബസ് സ്റ്റോപ്പിലേക്കാണ്. ഒത്തിരി വഴികൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് ഉണ്ട്. അതുപോലെ ഏറ്റുമാനൂർ എന്ന് പറയുന്നത് നമുക്ക് നേരെ 15-20 മീറ്റർ കൊണ്ട് എത്താവുന്ന രീതിയിലുള്ള ബൈപ്പാസ് റോഡാണ്. കൂടാതെ കോട്ടയം ടൗണിലേക്കും നമുക്ക് ഈ പറയുന്ന വലിയ ദൂരമൊന്നുമില്ല. വെറും 6 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. ഏറ്റുമാനൂരും കോട്ടയം, പുതുപ്പള്ളി, മണർകാട് എന്നീ മെയിൻ ടൗണുകളിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുമായിട്ട് അടുത്ത് നിൽക്കുന്നത്. പിന്നെ കോളേജുകളുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ കോളേജുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ അടുത്തായിട്ട് നിൽക്കുന്നു. 10 കിലോമീറ്റർ മാത്രമാണ് ഏറ്റുമാനൂർ ടൗണിലോട്ടുള്ള ദൂരം. അതുപോലെ മണർകാട് പോലീസ് സ്റ്റേഷൻ, ബാങ്കുകൾ എല്ലാം തന്നെ, ഫെഡറൽ ബാങ്ക് തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട്, സ്റ്റേറ്റ് ബാങ്ക്, മറ്റെല്ലാ ഇതര ബാങ്കുകളെല്ലാം HDFC ബാങ്കുകളും അതുപോലെ തന്നെ മറ്റ് ഇതര സ്ഥാപനങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. അതുപോലെ 4 മണിക്കാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോയുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ല്. വിലയും വിവരങ്ങളൊക്കെ ഞാൻ എൻ്റെ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പ്രോപ്പർട്ടിയെ പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇനിയും കൂടുതലായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി പറയട്ടെ. നമ്മുടെ ചാനൽ ഇതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും ഞെക്കുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയിപ്പം അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.